കാരശ്ശേരി മാഷ് വ്യക്തമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ബഹുമാനം ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറഞ്ഞാൽ പറ്റൂ. അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളും പറയാം. അദ്ദേഹം ചോദിച്ചത് നടപടിയുടെ കാര്യമാണ്, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ഒരിക്കലും പുച്ഛിച്ച് തള്ളുന്നില്ല, ഞാൻ അത് ഗൗരവമായി തന്നെ എടുക്കുന്നു. അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ഇപ്പോ ഈ രണ്ടുപേരെ സംബന്ധിച്ച് എനിക്കതിനും കാരശ്ശേരി മാഷോടുള്ളൊരു ചെറിയ വിയോജിപ്പ്. ഈ രണ്ടുപേരുടെ രാഷ്ട്രീയ ബന്ധം മാത്രമേ മാഷും കാണുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ബന്ധമോ നടപടിയോ മാഷും പറയുന്നില്ല. പറയുമ്പോൾ അതുകൂടി പറഞ്ഞിരുന്നെങ്കിൽ മാഷയുടെ നിലപാട് കുറെ കൂടി തിളക്കമുള്ളതാകുമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഈ രണ്ടുപേരുടെ പേരിൽ ഇപ്പോ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് എന്നത് പോലും ഇപ്പോ വ്യക്തതയില്ല. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് വ്യക്തത വരിക. അവർ ഭരണപരമായ വീഴ്ച വരുത്തി എന്നതാണോ, അവർക്ക് നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്നതാണോ, ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണോ, യാദൃച്ഛികമായി അവരുടെ വീഴ്ച തട്ടിപ്പിന് ഇടയായി എന്നാണോ, ഇനി തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നാണോ, ഇതൊന്നും അറിയില്ലല്ലോ മാഷെ, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിനൊരു വ്യക്തതയുണ്ടാവും. ചാർജ് എന്താണ്, അത് ഒരു നെഗ്ലിജൻസ് ആണോ, അതോ കുറ്റത്തിന് കൂട്ടുനിന്നതാണോ, കുറ്റത്തിന് നേതൃത്വം കൊടുത്തതാണോ, വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും പാർട്ടി പോകും. അതിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ ബി.ജെ.പിയുടെ നേതാവ് അത് ഈ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത്. ശ്രീ ചന്ദ്രശേഖരൻ കേസിന്റെ കാര്യം പറഞ്ഞു. ആ കേസിൽ എത്ര പേരെയാണ് പ്രതി ചേർത്തത്? ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ, അന്നത്തെ ജില്ലാ നേതാക്കന്മാരൊക്കെ പ്രതികളായിട്ടുണ്ടായിരുന്നില്ലേ? 10-65 പേര് പ്രതിയായിട്ടുള്ള കേസിൽ ഇവരൊക്കെ വെറുതെ വിടുകയല്ലേ കോടതി ചെയ്തത്? രാഷ്ട്രീയ താല്പര്യത്തോടെ പ്രതിപ്പട്ടികയിൽ തിരികെ കയറ്റി കേസിന്റെ ഭാഗമായി പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ച പ്രതികളെയൊക്കെ കോടതി വെറുതെ വിട്ടു. എത്ര പേരെയാണ് ശിക്ഷിച്ചത്? അതിലേതെങ്കിലും പാർട്ടി നേതാവുണ്ടോ ശിക്ഷിച്ചത്? ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് അന്വേഷണങ്ങൾ നേരായ വഴിയിൽ നടക്കണം.